ഇന്നും ഒരു ഇൻട്രൊഡക്ഷൻ. ഐ ആം ഹുദ ഫ്രം മലപ്പുറം മഞ്ചേരി. വെൽക്കം ടു സൺഡേസ് പരിപാടി. സബ്സ്ക്രൈബ് ചെയ്ത് ചൊല്ലി. അപ്പൊ രാവിലെ നീറ്റിട്ട് തന്നെ നമ്മൾ കൊതുകുതിരി കത്തിക്കണം. എല്ലാവർക്കും സൺഡേ ഇസ് ഫണ്ടേ. പക്ഷെ എനിക്കോ എന്നും ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കണേ, സൺഡേ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കണേ, അത്രേ ഉള്ളൂ. സോ നമുക്ക് ചടങ്ങിലോട്ട് കിടക്കാം. മൈ മെയിൻ ഹോബി ഈസ് പഠിക്കുക 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 പഠിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ബക്കറ്റ് തുണികൾ ഉണ്ടല്ലോ, ആക്ച്വലി ഞാനത് ഇന്നാണ് അലക്കണത്. എല്ലാം കൂടി ഈ ഒരു സൺഡേയിൽ ഞാനിപ്പോൾ എങ്ങനെ ഒതുക്കുക? അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ കിടക്കണം. ഇനി ഹോസ്റ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, നോട്ട് ഹോസ്റ്റൽ, PG. ഇതാണ് ഞങ്ങളെ ഹാള് വരുന്നത്. പിന്നെ അത് കിച്ചൺ, അതാണ് കിച്ചൺ. പിന്നെ രണ്ടുപേര് വീട്ടിൽ പോയി, രണ്ടുപേര് പുറത്തു പോയി. സോ ഇപ്പൊ ഞാൻ കറന്റ് ഇവിടെ ഒറ്റയ്ക്കാണ്. വൈകിട്ടൊക്കെ ആകുമ്പോൾ എല്ലാവരും തിരിച്ചെത്തൂട്ടോ. നമുക്ക് പിന്നെ ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങൾ ഉണ്ടായോണ്ട് നമുക്ക് പുറത്തു പോക്ക് പരിപാടിയൊന്നും അങ്ങനെ നടക്കൂല. മാസത്തിൽ ഒരു വട്ടോ അല്ലെങ്കിൽ മാസത്തിൽ 2 വട്ടോ, അതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെ ഞാൻ വേഗം രാത്രിക്കും ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണ പരിപാടിയിലാണ്. സോ സൺഡേ ആയതുകൊണ്ട് 2 തരം കറികൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വൺ ഈസ് മൈ ഫേവറേറ്റ് കേക്ക് പൊരിച്ചത് ആൻഡ് സെക്കൻഡ് ഈസ് മുട്ട റോസ്റ്റ്. മനസ്സിലായോ? പഠിക്കുന്നതിൽ ഒരു റിലാക്സ് ആയിട്ട് എല്ലാവരും പുറത്തോട്ടാ പോവുക. ബട്ട് മീ, റിലാക്സ് ആവാൻ വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കും. എങ്ങനെയുണ്ട്? ഇനി നമുക്കേ ഫുഡ് വേഗം കഴിക്കണം, നമുക്ക് പരിപാടി ഉണ്ട്. നിങ്ങൾ പരിപാടി ഉണ്ടെന്ന് വിചാരിക്കും വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന്. നോ നോ നോ, പഠിക്കാൻ തന്നെ. പഠിക്കാൻ ഉച്ചക്കൊക്കെ ഉറക്കം വെച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് പരിപാടി ഫോർ മീ. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോബ്ലമാണ് ചെയ്യണത്. അതാകുമ്പോൾ ഉറക്കം വരില്ലല്ലോ. ഞാൻ ഇതിൻ്റെ ചാർജർ കൊണ്ടുവന്നില്ല. ക്ലാസ് തുടങ്ങിയപ്പോൾ മേടിച്ച പെന്നാ. 2 ദിവസമായി ക്ലാസ് തുടങ്ങിയിട്ട്. പക്ഷെ പെന്നിൻ്റെ മഷൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ചോക്ലേറ്റ് എന്നിട്ട് അടുത്ത പ്രോബ്ലം ചെയ്യാം. എങ്ങനെയുണ്ട്? ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എവിടെ പോയാലും ഈനെയും കൊണ്ടുപോകും. എങ്ങനെയുണ്ട്? അങ്ങനത്തെ സൺഡേ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ, ബൈ.